ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ടു സജനാമാസ് ലിറ്റിൽ വേർഡ്. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഒരു വിവാഹ റിസപ്ഷൻ ഒന്ന് കണ്ടാലോ? ഈ റിസപ്ഷൻ നടക്കുന്നത് എൻ്റെ നാടായ വർക്കലയിലെ ഇടവ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലുള്ള ദി മറൈൻ പ്രൈഡ് ബീച്ച് റിസോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു പൊളി വൈബുള്ള ഒരു റിസോർട്ടിൽ വെച്ചാണ് ഈ റിസപ്ഷൻ ഫംഗ്ഷൻ നടക്കുന്നത്. അവിടുത്തെ വൈബൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കേ. ഇത്തരത്തിലുള്ള ഒത്തിരി റിസോർട്ടുകൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും ഈ മറൈൻ ബീച്ച് റിസോർട്ടിന് അതിൻ്റെതായ കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ നമുക്ക് വിഷയത്തിൽ നിന്ന് നമ്മൾ വിട്ടുപോകുന്നു. നമ്മുടെ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഇന്ന് നടക്കുന്ന കല്യാണ റിസപ്ഷനെ കുറിച്ചാണ്. നിക്കാഹൊക്കെ ഉച്ചയ്ക്ക് കഴിഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിസപ്ഷനാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ കുറച്ച് മുന്നേ ഇങ്ങ് എത്തി കേട്ടോ. ആൾക്കാരൊക്കെ എത്തുന്നതേ ഉള്ളൂ. അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. അതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. ഇതൊക്കെ സെറ്റ് ആക്കുകയാണ്. സംഭവമൊക്കെ പൊളിയായി വരാനായിട്ട് നമുക്കെല്ലാവർക്കും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കാം. ഓക്കെ, ഞാൻ ആ ഫുഡിൻ്റെ ചെറിയൊരു സെക്ഷനിലേക്ക് പോവുകയാണ്. വാട്ടർമെലൺ ജ്യൂസും അത്യാവശ്യം സ്നാക്സ് ഐറ്റംസും സംഭവങ്ങളെല്ലാം ഉണ്ട്. എനിക്ക് ഈ കുക്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹരം. അത് കാണുന്നതും ആ കുക്ക് ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഇഷ്ടമുള്ള സംഭവം. ഞാൻ അത് ഭയങ്കര കൗതുകമാണ് കാണുന്നതും. നമുക്ക് കുക്ക് ചെയ്യുന്നതും എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു സംഭവമാണ്, അറിയാമല്ലോ. അങ്ങനെ അത്യാവശ്യം ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വരുന്നവർക്ക് തന്നെ വല്ലാത്തൊരു വൈബാണ് അവിടെ നിന്ന് കിട്ടുന്നത്. അവർക്ക് അവരുടെ ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ കുറേ നല്ല നിമിഷങ്ങൾ അവർക്ക് അവിടെ നിന്ന് കിട്ടും. അത്യാവശ്യം ഫോട്ടോസ് എടുക്കാനും ആ കടലിൻ്റെയൊക്കെ മനോഹരമായ ആ സായാഹ്നത്തിൻ്റെ ഭംഗി ആസ്വദിക്കാനും ഒക്കെ പറ്റും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അത്യാവശ്യം എല്ലാവരും അവരുടേതായ ഒരു ലോകത്തേക്ക് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ നമ്മുടെ കല്യാണ ചക്കനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലല്ലോ. നമ്മുടെ നാടായ വർക്കലയിൽ ഒത്തിരി പേരുടെ ജീവിതത്തിന് പ്രതീക്ഷ കൊടുത്ത, ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ കൊടുത്ത ഒരു പൊളി കല്യാണച്ചക്കനാണ് ഈ നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ കല്യാണച്ചക്കൻ. എല്ലാവരും പ്രതീക്ഷ ആദിലെന്നാണ് മോനെ വിളിക്കുന്നത്. കാരണം ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അവൻ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം നമ്മുടെ നാടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഈ നിമിഷത്തിൽ അവന് വേണ്ടിയിട്ട് എല്ലാവരും ദുആയിൽ ചേർക്കുക. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് എല്ലാവരും അതിലേക്കൊന്ന് മനസ്സ് കൊടുത്ത് ഇരിക്കുക. ഓക്കെ, ജസ്റ്റ് കാണിച്ചിട്ട് അവിടെ വന്ന വിശിഷ്ട അതിഥികളിൽ രണ്ട് പേരായിരുന്നു നമ്മുടെ കിടിലം ഫിറോസിക്കായും RJ സുമിയും. ആ മോന് അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഒപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അവർക്കൊക്കെ സ്വന്തം ഒരു അനിയനെ പോലെയാണ് അവനെ കണക്കാക്കുന്നത്. അപ്പോൾ അടിപൊളി ഡാൻസും ഒരു DJയുടെ വൈബും ഒക്കെ ഉണ്ടെങ്കിലും അവിടെ വന്നിരുന്ന കാണികളൊക്കെ ഒന്നും ഉഷാറാക്കിയില്ല. അതെനിക്കൊരു വിഷമമായിട്ട് തോന്നി കേട്ടോ. ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ
ഒന്നും ആക്റ്റീവ് അല്ലാത്തൊരു കാണികളെന്ന് പറയുന്നത്. എനിക്കൊക്കെ ആണെങ്കിലോ എന്തൊക്കെയോ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമ്മളൊന്ന് സൈലൻ്റായിട്ടിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ കൂടെയുള്ളവരൊന്നും അതിനോട് കോപ്പറേറ്റ് ചെയ്യാത്ത ആളാകുമ്പോൾ സൈലൻ്റാണ്, നിശബ്ദതയാണ് നല്ലത്. അപ്പോൾ ഫുഡിൻ്റെ സെക്ഷനൊക്കെ അത്യാവശ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. എൻ്റെ കാര്യം എവിടെ പോയാലും ഞാൻ ഉപേക്ഷിക്കാറില്ല. അതെല്ലാം കഴിച്ചു. രാത്രി 9 മണിയൊക്കെ ആയിരുന്നു ഞാൻ യാത്ര പറഞ്ഞു. അപ്പോൾ നമ്മുടെ മക്കൾസിന് എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടായിരിക്കണം. അവരെല്ലാവരുടെ ദുആയിൽ കൂട്ടുക. നല്ലൊരു കുടുംബജീവിതം അള്ളാഹു അവർക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും ഒന്ന് കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.